ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ ജർമ്മനിയിൽ ഒരു മാസം താമസിക്കാൻ എത്ര രൂപ ചിലവ് വരുന്നുണ്ടെന്ന് നോക്കിയാലോ. ഇവിടുത്തെ നമ്മുടെ മെയിൻ ചിലവെന്ന് പറയുന്നത് ഇവിടെ താമസിക്കാനുള്ള റെൻറ്റാണ്. നമ്മുടെ മന്ത്ലി റെൻറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഹോമിലാണ് താമസിക്കുന്നത്. ഒരു 250 മുതൽ 400 വരെ റേറ്റ് വരുള്ളൂ. അത് തന്നെ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 400 to 600 വരെ വരും. പിന്നെ റെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏത് സിറ്റിയിൽ താമസിക്കുന്നതും കൂടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് നിങ്ങളുടെ ഡോക്ടറെ കാണാൻ പോയാലും ഇല്ലെങ്കിലും എല്ലാ മാസവും 150 euro വെച്ച് ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മുടെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഗ്രോസറി എക്സ്പെൻസ് ആണ്. ഗ്രോസറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വേണ്ടി നമുക്കൊരു മാസം 100 യൂറോൻ്റെ അടുത്ത് മിനിമം ചിലവ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു 60 യൂറോൻ്റെ അടുത്ത് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിന് ചിലവ് വരും. അത് ചില യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആണ്, ചില യൂണിവേഴ്സിറ്റിയിൽ ഫുൾ എമൗണ്ട് കൊടുക്കണം. അതൊക്കെ ചിലപ്പോൾ മറിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് റേഡിയോ ടാക്സ് ആണ്. 18 യൂറോ റേഡിയോ ടാക്സിന് വരും. പിന്നെ നമ്മുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ മിനിമം ഒരു 10 യൂറോ വരും. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ച് ടാക്സ്. ഇത്രയും എക്സ്പെൻസ് ആണ് ഒരു മാസം ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ ജർമ്മനിയിൽ പട്ടിണി ഇല്ലാണ്ട് ജീവിച്ചു പോകാൻ ചിലവ് വരുന്നത്. അത് 700 യൂറോ വരെ മിനിമം വരുന്നുണ്ട്. അത് ചിലപ്പോൾ റെൻറ്റിൽ മാറ്റം വരുന്നുള്ളതനുസരിച്ച് ആ റേറ്റിലും വ്യത്യാസം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ചാവ് ചാവ്.